സ്മോക്ക് ഇട്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷേ KVയുടെ അവരുടെ കയ്യിൽ ഒരു 2 സീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഒരാളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വേറെ വണ്ടി വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞില്ല. വേറെ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ? ഓക്കെ, KV അവിടുന്ന് വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്ത് പോകാൻ അവിടെ GNRലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. GNR വേഴ്സസ് TVA. സ്റ്റീവ് അവിടെ നോക്കായിട്ടുണ്ട്. സ്റ്റീവ് അവിടെ നോക്കായി. GNR വേഴ്സസ് TVA ആണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. GNR വേഴ്സസ് TVA. GNRലെ ഒരു പ്ലെയർ കറന്റ് നോക്കാണ്. GNRലെ അവിടെ ഇല്ല, അടുത്തൊരു നോക്ക് കൂടി. ഇറ്റാച്ചി അവിടെ ഒരു നോക്കിടുന്നു. ഇറ്റാച്ചി അടുത്തൊരു പിക്ക് കൂടെ എടുക്കുന്നു TVAക്ക് വേണ്ടിയിട്ട്. GNRലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. GNR വേഴ്സസ് തക്കുടുവാ അധോലോകം. TVയിലെ 4 പ്ലേയേഴ്സും ഇലവാട്ടിരിക്കുന്നു. അടുത്തൊരു നോക്കും കൂടെ ഇവിടെ നമ്മുടെ ഇറ്റാച്ചി ആൻഡ് സ്റ്റീവ് ഫിനിഷിംഗ് ദ സ്ക്വാഡ്. തക്കുടുവാ അധോലോകം രണ്ടാമത്തെ സ്ക്വാഡിനെയും വൈപ്പ് ചെയ്ത് 8 കില്ല് സെക്യൂർ ചെയ്യുന്നു. SRRയുടെ എല്ലാ പ്ലേയേഴ്സും ബാക്കുമായിട്ടുണ്ട്. സോ അവരും 4 പേര് ഫോർമാൻ സ്ക്വാഡായിട്ട് വന്നിട്ടുണ്ട്. TVA വിത്ത് 8 കിൽസ് ആണ് കറന്റ് ലോബിയിലെ ഏറ്റവും കൂടുതൽ കില്ലും ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത്. രണ്ട് സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് TVA. ആൻഡ് എല്ലായിടത്തും അടിയൊക്കെ പൊട്ടി. ആ സമയത്ത് നമുക്കൊരു ഫൈറ്റ് അവിടെ മിസ്സായി പോയായിരുന്നു. 12 ടീമും 44 പ്ലേയേഴ്സും മാത്രം ബാക്കി. നല്ലൊരു നേട് SRR ഡാർക്ക് പെയിൻ അവിടെ നോക്കായിട്ടുണ്ട്. UKയുടെ സൈഡിൽ നിന്ന് നല്ലൊരു നേടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരു കൗണ്ടർ നോക്കിടാൻ ശ്രമിക്കുന്നത്. ലെവി WK അവിടെ ഒരു നല്ലൊരു കൗണ്ടർ നോക്കിയിട്ടുണ്ട് UKക്ക്. ആൻഡ് കുക്കിംഗ് നെയ്ഡ് എറിഞ്ഞ ഒരു ഫിനിഷ് എടുക്കാൻ പറ്റുമോ നോക്കുക. നല്ലൊരു നെയ്ഡ് അകത്തോട്ടിട്ടുണ്ട്. ആ നെയ്ഡിൽ വലിയ ഡാമേജസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പുഷ് ചെയ്ത് പോവാണ്. SRR വേഴ്സസ് UK. അവിടെ ഒരു റെസ്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു ഓൾറെഡി. സോ അവർ 3 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു BC ഗ്രനേഡ് അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അവർ 3 പേരേ ഉള്ളൂ. SRRക്ക് വേണമെങ്കിൽ അവരെ പുഷ് ചെയ്തെടുക്കാം. ഒരു 3 vs 4 സിറ്റുവേഷൻ ആണ്. SRR വേഴ്സസ് UK ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ UK അവിടെ ഹീലൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് തൊട്ടടുത്ത് നോക്കിയാൽ KVയുടെ മെയിൻ ലൈനപ്പ് തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇവിടെ UK അവിടെ UK കയറി ഏതെങ്കിലും ഇപ്പൊ SRR പുഷ് ചെയ്യുവാണെങ്കിൽ അത് തേർഡ് പാർട്ടി അടിക്കാൻ തൊട്ടടുത്ത് തന്നെ KVയുടെ മെയിൻ ലൈനപ്പ് നിൽക്കുന്നുണ്ട്. KVA വേഴ്സസ് SRR വേഴ്സസ് UK ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിലോട്ട് ഒരു വണ്ടി ഓടിച്ചു വന്നു. ആരോ നല്ല അടി മേടിച്ച് ആ വഴിക്ക് തന്നെ അങ്ങ് പോയി. അവിടെ വണ്ടി നിർത്തിയില്ല. അവിടെ മൊത്തം ആളാണെന്ന് അവർക്ക് അത് തന്നെ മനസ്സിലായി. നല്ല അടി കിട്ടിയപ്പോൾ മനസ്സിലായി. കോച്ച് ഒരു കില്ലും കൂടെ എടുത്തിട്ട് കോച്ച് അവിടെ 14K അടിക്കുന്നു. KVA ഹിറ്റ്മാൻ അവിടെ SRR ലെവി WK എടുക്കുന്നു. ലെവി WK നല്ലൊരു ബിഗ് ബൈ ഹിറ്റ്മാൻ. TVA ഒന്ന് സ്പെക്ക് ചെയ്യണം. അവിടെ എന്തൊരു ഫൈറ്റ് നടക്കുന്നതെന്ന് തോന്നുന്നു. TVA ആക്ച്വലി സെന്റർ ഓഫ് ദ സോൺ ആണ്. TVA വിത്ത് 9 കിൽസ്. ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. 9 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു TVA. ആൻഡ് UK അണ്ണോണിലെ ആൾക്കാർ കുറച്ച് സോൺ ഔട്ട് ആണ്. അവർക്ക് സോണിലേക്ക് പോകണം. നല്ല ഡാമേജ് അടിക്കുന്നുണ്ട്. ആൻഡ് ലെഗസി ഗോഡ് അവിടെ UKയിലെ ഒരു പ്ലെയറിനെ നോക്കിടുന്നു. SRRലെ ഒരു പ്ലെയറിനെ CVയെ നോക്കിടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല. ഇവിടെ UKയുടെ അവസ്ഥ വളരെ ശോകമാണ്. UKക്ക് സോണിൽ പോകണം. UKയുടെ 2 പ്ലേയേഴ്സ് നോക്ക്ഡ് ഔട്ട് ആയി. അവർക്ക് വേറെ ഒന്നും ചെയ്യില്ല. SRR ലെബി അവിടെ സോണിൽ നോക്കാവുന്നുണ്ട്. ലെഗസി ഗോഡ് അവിടെ UKയിലെ കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്. ഒരു പ്ലെയർ മാത്രം ബാക്കി. ഇനിയും സോണിനകത്ത് കയറില്ല. ആ കില്ലും അവിടെ ഫിനിഷ് ചെയ്യുന്നു. ഡീമൻ ഹോക്ക് അവിടെ കില്ല് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ SRRയും അവിടുന്ന് വലിയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം എല്ലാ ടീംസിനും സോണിലേക്ക് പോകണം. നല്ല ഡാമേജ് ഉണ്ടാവും സോണിൽ. KVയും സോണിലേക്ക് പോവാണ്. പക്ഷേ SRRക്ക് ഒരാൾ നഷ്ടപ്പെട്ടു. ടോറസിനെ അവിടെ രക്ഷിക്കാനും പറ്റത്തില്ല. SRR 2 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ ആയി. KVയെ നോക്കുകയാണെങ്കിൽ KVA ഒരു ഫോർമാൻ സ്ക്വാഡ് സോണിലേക്ക് എൻ്റർ ചെയ്യുന്നു. TVA ഇതിനകത്ത് നല്ലൊരു പൊസിഷൻ സെന്റർ ഓഫ് ദ സോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. MRC അവിടെ കില്ലുവാ ഗോഡ് MRC അടിക്കുന്നു. കില്ലുവാ ഗോഡ് ഒരു കില്ലും കൂടി ഒരു നോക്കും കൂടി ഇടുന്നു. MRCയെ കില്ലുവാ ഗോഡ് അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. വളരെ ദൂരത്തുണ്ടായിരുന്ന MRC അവിടെ കില്ലുവാ നോക്കിടുന്നു. ആൻഡ് കോച്ച് അതിന്റെ ബോളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും കാറിൽ പോകുന്ന ആൾക്കാരെയും എല്ലാവരെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്നൈപ്പർ നോക്കിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കില്ലുവാ തക്കുടുവാ അധോലോകത്തിന്റെ മെയിൻ ലൈനപ്പിലെ IGL ആയിട്ടുള്ള കില്ലുവയുടെ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് TVA വിത്ത് 9 കിൽസ് ആണ്. എല്ലാവരും സോണിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് സ്ക്വാഡ് KVയുടെ ഒരു സ്ക്വാഡും കൂടി സോണിനകത്തോട്ട് കയറുന്നുണ്ട്. വെറും 12 ടീമും 39 പ്ലേയേഴ്സും മാത്രം ബാക്കി. 12 ടീമാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം. സോ KVയുടെ ബ്ലാക്ക് സ്ക്വാഡ് അവിടെ വന്ന് നല്ലൊരു പൊസിഷൻ, നല്ലൊരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ KVയുടെ തൊട്ട് മുകളിൽ TVA കില്ലോ ഗോഡ് എഗൈൻ അവിടെ ടോക്കിയോ TM ഏജന്റിനെ നോക്കട്ടെ. 10 കില്ലിലേക്ക് കടന്നിരിക്കുന്നു TVA വിത്ത് 10 കിൽ. ഹരി ദ ബ്ലാസ്റ്റ് അവിടെ അടുത്തൊരു കില്ലും കൂടെ എടുക്കുന്നു. ഹരി ദ ബ്ലാസ്റ്റ്
TVA with 11 kills. നോക്കുകയാണെങ്കിൽ 11 ടീം ബാക്കി 36 പ്ലേയേഴ്സ്. ഹരി ദ ബീസ്റ്റ് ആണെന്ന് വേണം, അത് ലൈവ് കാണുന്നവർക്ക് അറിയാം ഞാൻ അവനെ എങ്ങനെ പറയാറുള്ളത്. ഹരി ദ ബ്ലാസ്റ്റ് ആൻഡ് CVA ഇവിടെ സോൺ ഔട്ട് ആണ്. KVA ആക്ച്വലി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് നല്ല അടിയും വരുന്നുണ്ട്. രണ്ടു പേർക്ക് സോണിലോട്ട് കയറണം. KVAക്കും അതുപോലെ തന്നെ CVAക്കും സോണിലോട്ട് വേണം. അവിടെ സ്റ്റീവോടെ ഒരു CIDയിൽ ഒരു പ്ലെയറോടെ സോൾ കാസ്ട്രോടെ KVA തലപ്പതി അടിക്കുന്നു. KVA ഹിറ്റ്മാൻ അവിടെ CVA അടിക്കുന്നു. CID അതുപോലെ ARB അവിടെ CVA അടിക്കുന്നു. KVA ഡീമൻ ഹോക്കി അവിടെ CVA ചോട്ടൂനെ അടിക്കുന്നു. ടീം അറബി നന്ദു അവിടെ TVA സിപ്പ് മൂവറിനെ എടുക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. 10 ടീമും 31 പ്ലേയേഴ്സുമാണ് ബാക്കിയുള്ളത്. KVA വിത്ത് 4 kills. ഡീമൻ ഹോക്കി 3 കിൽ ഓൾറെഡി സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. ലെഗസി ഗോഡ് ഒരു പിക്കും എടുത്തിട്ടുണ്ട്. KVA വേഴ്സസ് KVA തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരുന്നത്. ആൻഡ് MRCക്ക് 3 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ ആണ്. MRCയുടെ മെയിൻ പ്ലെയർ, അവരുടെ മെയിൻ ലൈനപ്പിൽ ഒരു പ്ലെയർ ഇല്ല. MRC പക്ഷേ സോണിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. 10 ടീം ബാക്കി, 31 പ്ലേയേഴ്സ് അലൈവ്. ഇതൊരു മുട്ടൻ ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. 31 പേരാണ് ഈ ചെറിയ സോണിൽ അലൈവ് ആയിട്ടുള്ളത്. ആൻഡ് CIDയിൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കിയുള്ളൂ. ആൻഡ് CIDയുടെ തൊട്ട് മുകളിൽ ടോക്കിയോ എത്തിയിട്ടുണ്ട്. ടോക്കിയോ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ടോക്കിയോ കണ്ടു. കില്ലോ ഗോഡ് അവിടെ SRR ഡാർക്ക് പെയിനെ നോക്കാക്കുന്നു. MRC അവിടെ TDS ആസിനെ നോക്കാക്കുന്നു. രാജരാജേശ്വരി അധോലോകം 5 അവിടെ അധോലോകത്തിന് SRR അവിടെ എലിമിനേറ്റ് ആയി. ആൻഡ് നോക്കുകയാണെങ്കിൽ 5 കില്ല് ഫാം ചെയ്ത് എനിക്ക് തോന്നുന്നു TVA കില്ലുവ ഗോഡാണ് ഇപ്പൊ ടോപ്പ് റാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കോച്ച് 5 കില്ല് ഫിനിഷ് ചെയ്തത്. അവിടെ ഇറ്റാച്ചി ടോക്കിയോടെ അടുത്ത നോക്കിടുന്നു. ആൻഡ് MRC സ്പീഡോയെ കില്ലുവ ഗോഡ് അവിടെ അടിച്ച് നോക്കാക്കുന്നു. 14K ഡോർ അവിടെ മാഫിയ CID നോക്കാക്കുന്നു. ടോക്കിയോ വേഴ്സസ് CID. ആൻഡ് TVA സെക്യൂർഡ്. 14 കിൽസ് ആണ് TVAയുടെ സൈഡിൽ നിന്ന് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത്. TVA again secured 1 more kill and 15 kills. ഡെഞ്ചർ സ്റ്റീവ് അവിടെ ടോക്കിയോ ഇറ്റ്സ് മീ ആശാനെ ഫിനിഷ് ചെയ്ത് 15 കില്ലോട് കൂടി ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു ഫസ്റ്റ് മാച്ച്. ടീം അറബിക്ക് വേണ്ടി നന്ദു അവിടെ KVAയിലെ ഡീമൻ നോക്കി ഒരു നല്ലൊരു സ്നൈപ്പർ ഷോട്ടിൽ നോക്കാക്കിയേക്കുന്നു. ആൻഡ് ടീം അറബിയിലെ ഷെയ്ക്കിനെ അവിടെ കില്ലുവ ഗോഡ് അടിച്ച് നോക്കാക്കുന്നു. ഷെയ്ക്കിന് അവിടെ കില്ലുവ ഗോഡ് 1 HP നിൽക്കുകയാണ്. ഷെയ്ക്ക് മിക്കവാറും ഷെയ്ക്കിനെ കില്ലുവ ഗോഡ് അവിടെ ഫിനിഷ് ആക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, റിവൈവ് പോലും ചെയ്യാൻ പറ്റില്ല. 16 കിൽസ് ആയിട്ട് TVA. MRC ഷെയ്ക്കിനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്തു. MRCയിൽ ഇനി 3 പ്ലേയേഴ്സ് മാത്രം ബാക്കിയുള്ളൂ. MRCയുടെ സെക്കൻഡ് സ്ക്വാഡിൽ 3 പ്ലേയേഴ്സ് മാത്രം. 16 കില്ലായിട്ട് 7 ടീമും 21 പേരും. 14K ഇപ്പോഴും ഇവിടെ 2 പ്ലേയേഴ്സ് ആയിട്ട് നിൽക്കുന്നു. 1 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. MRC അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വരുന്നു. 14K എടുത്തോണ്ട് MRCയുടെ മെയിൻ ലൈനപ്പ് അവിടെ 14K എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. പക്ഷെ MRCക്ക് തിരിച്ചടി മേടിക്കുന്നു. ഇറ്റാച്ചി അവിടെ MRC മെയിൻ പ്ലെയർ ആയിട്ടുള്ള RP മാക്സ് പീസ് ഔട്ടിനെ നോക്കാക്കുന്നു. MRC വിത്ത് 5 കിൽസ്. 3 പേരെ ഉള്ളെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ 5 കില്ലെടുത്ത് നല്ല രീതിയിൽ ഈ പൊസിഷൻ വരെ എത്തിയിട്ടുണ്ട്. 5 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 6 ടീം മാത്രം ബാക്കി. KVA 4 പ്ലേയേഴ്സ് അലൈവ്, TVA 4 പ്ലേയേഴ്സ് അലൈവ്. അതുപോലെ MRCയുടെ 2 ലൈനപ്പും ബാക്കി. KVAയുടെ ഒരു ലൈനപ്പ് ബാക്കി, TVAയുടെ ഒരു ലൈനപ്പ് ബാക്കി. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സ്കോഡുകളെല്ലാം നല്ല രീതിയിൽ കളിക്കുന്നു. അവിടെ വാർ ഗോഡ് സ്യൂസ് KVA ലെഗസി ഗോഡിനെ അടിച്ചിടുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആൻഡ് കുക്കിഡ് ലോകം തോൾ കാസ്ട്രോ അവിടെ ഒരു സ്നൈപ്പർ ഷോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം. ഓൾറെഡി ഒരു പ്ലെയർ നോക്കായി കിടക്കുന്നു, അടിച്ച് നോക്കായിട്ടുണ്ട്. MRCയിലെ സ്പ്രേ ഗോഡ് വൈറ്റിയാണ് കാസ്ട്രോയെ നോക്കാക്കി കിട്ടുന്നത്. ആൻഡ് ഇനി 2 പേര് മാത്രം ബാക്കി KVAക്ക് വേണ്ടിയിട്ട്. ഹിറ്റ്മാനും അതുപോലെ ലെഗസി ഗോഡും മാത്രം ബാക്കിയുള്ളൂ. ആൻഡ് നമ്മുടെ ലെഗസി ഗോഡിന് ടീമിനെ രക്ഷിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. നല്ലൊരു സ്പ്രേ. അത് KVA വേഴ്സസ് KVA തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫിനിഷായി 2 പേരും. സ്റ്റീവ് അവിടെ ആ കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. MRC KVA സെക്യൂറിംഗ് 7 കിൽസ്. ലെഗസി ഗോഡ് ഹിറ്റ്മാൻ അവിടെ നോക്കായി കിടക്കുകയാണ്. പക്ഷെ തിരിച്ചു പോയി രക്ഷിക്കാൻ പറ്റൂല എന്നുള്ള കാര്യമൊക്കില്ല. 5 ടീമും 13 പ്ലേയേഴ്സും മാത്രം ബാക്കി. 5 ടീമും 13 പ്ലേയേഴ്സും. ആൻഡ് ടീം അറബി നോക്കുകയാണെങ്കിൽ 3 കില്ല് എടുത്തിട്ടുണ്ട്. അവര് 3 പ്ലേയേഴ്സ് അലൈവ് ആണ്. ടോട്ടൽ 5 ടീംസും 13 പേരും അലൈവ് ഈ സർക്കിളിൽ. KVAക്ക് 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഹിറ്റ്മാനെ രക്ഷിക്കാൻ പറ്റില്ല. KVAയിൽ ഒരാൾ മാത്രം ബാക്കി. KVAയിലെ ലെഗസി മാത്രമാണ് ഇപ്പം ബാക്കിയുള്ളത്. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഓൾറെഡി അവർക്ക് നഷ്ടമായി കഴിഞ്ഞു. ആൻഡ് നോക്കുകയാണെങ്കിൽ MRCയുടെ 2 ലൈനപ്പ് വേഴ്സസ് TVA വേഴ്സസ് KVA. ആൻഡ് ഒരു ടീമും കൂടെ ബാക്കിയുണ്ട്. ടോക്കിയോയിലെ ഒരു പ്ലെയർ സർവൈവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണാ കമന്ററി ആണെന്ന് ചേരുന്നില്ല. ബോർ. ഇറ്റ്സ് ഓക്കെ ബ്രോ, ഇറ്റ്സ് ഓക്കെ, ചിൽ.
ഞാൻ നടത്തുന്ന ടൂർണമെന്റിൽ വേറെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. ഞാൻ ഉള്ള ഇതിൽ പറഞ്ഞോളാം. ചില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പൊ KVL അവിടെ ലെഗസി, അവിടെ KVL 2 പ്ലേസിനെ എടുത്തിട്ടുണ്ട്. ഒരു മോൾട്ടോവില് ലെഗസി അവിടെ രണ്ട് പിക്കൗട്ട് എടുത്തിട്ടുണ്ട്. അത് കൺഫേം ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയത്തില്ല. ലെഗസി വൈപ്പായോ? ലെഗസി വൈപ്പായിരിക്കാണ്. അത് കൺഫേം ആയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നോക്കുകയാണെങ്കിൽ MRC വിത്ത് 3 പ്ലേയേഴ്സ്, MRC 3 പേരുണ്ടായിട്ട് പോലും അവര് നല്ല രീതിയിൽ കളിച്ച് 6 കില്ല് സെക്യൂർ ചെയ്ത് ടോപ്പ് 4 എത്തിയിട്ടുണ്ട്. TVA വേഴ്സസ് MRC വേഴ്സസ് ടോക്കിയോ ആണ്. ആൻഡ് മാൻ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ TVക്ക് തന്നെയാണ് മാൻ അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്. 4 പ്ലേയേഴ്സും TVക്ക് തന്നെയാണുള്ളത്. TVയിലെ 4 പ്ലേയേഴ്സും അതുപോലെ തന്നെ ടീം അറബിക്ക് വേണ്ടി 1 പ്ലേയേഴ്സും MRCക്ക് വേണ്ടി 3 പ്ലേയേഴ്സും ടോക്കിയോക്ക് വേണ്ടി 1 പ്ലെയറുമാണ്. ഇവിടെ മാസ് സ്പ്രേ ഗോഡ് വൈറ്റിയുടെ കയ്യിൽ ഒരു AW ഉണ്ട്. AW വേഴ്സസ് കാർണൈറ്റ് ആണ് നിങ്ങൾ കാണാൻ പോണേ. ഓ, AW കില്ലോ വൈറ്റി അവിടെ മാസ് സ്പ്രേ ഗോഡ് വൈറ്റി ടീം അറബിക്ക് വേണ്ടി കില്ലുയെ അവിടെ നോക്കിടുന്നു. നല്ലൊരു നോക്ക് ബൈ സ്പ്രേ ഗോഡ് വൈറ്റി ആൻഡ് കില്ലു അവിടെ ഫിനിഷ് ആയി പോകുന്നു. കില്ലു അവിടെ കറക്റ്റ് സമയത്ത് MRCയിലെ വേറൊരു പ്ലെയർ, അവരുടെ രണ്ടാമത്തെ ടീമിലെ പ്ലെയർ ഇതൊക്കെ ഉണ്ട്. ഒരു 3v1 സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു, അല്ല 3v3 സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. MRC വേഴ്സസ് TVA വേഴ്സസ് ടീം അറബി വേഴ്സസ് ടോക്കിയോ. എന്തും സംഭവിക്കാം ഇവിടെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു MRC വേഴ്സസ് MRC ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MRC വേഴ്സസ് MRCയിലെ പ്ലേയേഴ്സിനെ MRC തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ഷോട്ട് വന്നു ആൻഡ് ഇവിടെ സോണിലേക്ക് MRC പ്ലേയേഴ്സിന് ഓടിക്കയറണം. TVക്ക് അകത്ത് കറന്റ് ഒരു കോമ്പൗണ്ട് ഉണ്ട് ആൻഡ് MRCക്ക് ഓപ്പൺ ഹോൾഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓ, ഹരി ദ ബീസ്റ്റ് നല്ലൊരു ടാഗ് കൊടുക്കുന്നു അവിടെ. AW ഇവിടെ BX ബ്രേക്കിന്റെ കയ്യിലും AW ഉണ്ട്. ആൻഡ് രണ്ട് സൈഡിൽ അവിടെ തൊട്ട് സൈഡിൽ MRCയിൽ തന്നെ വേറൊരു ടീമുണ്ട്. ഈ ഒരു 2 ടീമിനും ആൻഡ് TVA അവിടെ ടോക്കിയോയെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റീവും 5 കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 3 വേഴ്സസ് 1 ലാസ്റ്റ് 3 ടീംസ്, ടോപ്പ് 3 ടീംസിലേക്ക് എത്തിയിട്ടുണ്ട്. TVA 3, MRC 3 ആൻഡ് MRCയുടെ സെക്കൻഡ് സ്ക്വാഡിൽ ഒരാൾ മാത്രം ബാക്കി. നല്ലൊരു പൊസിഷനിലേക്കാണ് TV ആക്ച്വലി ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സോൺ അഡ്വാൻറ്റേജും TVയുടെ സൈഡിൽ TVക്കും സോൺ ഉണ്ട്, പക്ഷേ MRCയും സോണിലുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന ഒരു പിടുത്തവും ഇല്ല. ആൻഡ് ഇവിടെ ടീം അറബി ലാസ്റ്റ് പ്ലെയർ സ്പ്രേ ഗോഡ് വൈറ്റി ഇവിടെ ലാസ്റ്റ് പ്ലെയർ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. 2 കിൽസ് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടീമിന് വേണ്ടിയിട്ട്. തൊട്ട് മുകളിൽ വേറൊരു ടീമുണ്ട്. അവിടെ ടീം ഉണ്ടെന്നുള്ള കാര്യം ഓൾറെഡി അറിയാം, പക്ഷേ അവർക്കൊരു ഓപ്പണിൽ തന്നെ ഹോൾഡ് ചെയ്യണം. അവിടെ AWയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടാഗ് AWന് സ്പീഡോയ്ക്ക് MRC സ്പീഡോയ്ക്ക് നല്ല ടാഗ് കൊടുക്കുന്നു. ഹരി ദ ബീസ്റ്റ്. നമുക്ക് നോക്കാം, ടോപ്പ് 3യിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു നോക്ക് എടുക്കാനുള്ള ചാൻസ് അവിടെ കിട്ടിയതില്ലായിരുന്നു. AW ആണ് കയ്യിലിരിക്കുന്നത്. ആൻഡ് 2 പ്ലേയേഴ്സിന്റെ കയ്യിലും അവിടെ ഒരു AWയും ഒരു കാർണൈറ്റും ഉണ്ട്. ആൻഡ് ഹരി ദ ബീസ്റ്റ് ഇവിടെ നോക്കി നിൽക്കുകയാണ്. AW വെച്ചിട്ട് ഒരു ഇമ്പാക്ട് നോക്ക് ഇടാൻ വേണ്ടി MRCയിലെ പ്ലേയേഴ്സ് അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഒരു നോക്കിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്നൈപ്പർ ഷോട്ട് അവരുടെ AWയും ആണ് കയ്യിൽ. ഒരു AWയും ആണ്. ആൻഡ് മാക്സിമം അത് ഇറ്റാച്ചിക്ക് അറിയാം AWയും ആണെന്നുള്ള കാര്യം. വലുതായിട്ട് അങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കുന്നില്ല. 18 കില്ല് സെക്യൂർ ചെയ്തിട്ട് TVയെയും അതുപോലെ തന്നെ 7 കില്ല് സെക്യൂർ ചെയ്ത് MRCയും ആൻഡ് MRCയുടെ ടീം അറബി ഒരു 4 കില്ല് സെക്യൂർ ചെയ്തിട്ട് അവരും നിൽപ്പുണ്ട്. TV ഒരു MRC വേഴ്സസ് MRC നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സോ അവർക്ക് സോണിലേക്ക് കയറി പോകണം. ഓക്കെ, സ്റ്റീവ് അവിടെ ഒരു നോക്കിടുന്നു. ആൻഡ് അറബി അവിടെ MRCയിലെ വേറൊരു പ്ലെയർ വെക്കുന്നത്. MRC മെയിൻ ലൈനപ്പിൽ ഒരാൾ മാത്രം ബാക്കിയാണ്. ആൻഡ് അവിടെ MRCയിലെ ഒരു പ്ലെയറിനെ ടീം അറബിയിലെ പ്ലെയർ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് അതൊരു ഷോട്ട് കൊണ്ടില്ല. RPM അവിടെ നോക്കിയിരിക്കുന്നു. ഒരു ഷോട്ട് കൊള്ളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. സ്പ്രേ ചെയ്യാൻ പോകുന്നു. MRC വേഴ്സസ് MRC. ഇല്ല, ലെഫ്റ്റിൽ നിന്നും ആടി കിട്ടുന്നു. ആൻഡ് ഇതൊരു ഫൈനൽ ബാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ടീം അറബി വേഴ്സസ് ടീം TVA ഒരു 3v1 സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. TVA ഇന്ന് ഡിന്നർ അടിച്ചുകൊണ്ടാണോ TVയുടെ ലൈനപ്പിന്റെ ഫസ്റ്റ് മാപ്പ് ഇവിടെ തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഒരു 3 വേഴ്സസ് 1 സിറ്റുവേഷൻ ആണ്. ആൻഡ് അതൊരു ഷോട്ട്, നല്ലൊരു ഷോട്ട്. അല്ല, കിടക്കാൻ പറ്റിയില്ല, പക്ഷെ ആ കില്ല് സോണിലാണ് പോയെന്ന് തോന്നുന്നു. And here we go, the winner of the first match, Takudu Adologo with 19 kills and 2966.23 ഡാമേജ്. അതുപോലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും തക്കടുവാ വാദലോകത്തിന് തന്നെയാണ്. 8 അസിസ്റ്റോട് കൂടി